എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ഓണം. കൊല്ലം ജില്ലയിലെ തട്ടാമലയിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണക്കിറ്റ് വിതരണവും അതോടൊപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും മുൻ മന്ത്രി ദിവാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്നത് ഞാൻ ഈ സ്നേഹാലയക്കാർ വന്ന് എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സന്തോഷത്തോടു കൂടി വരാൻ ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. ഞാൻ ഇതിനുവേണ്ടി മാത്രമാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്നത്, ഇവിടെ വരാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഈ സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടെത്തിയ മുൻ മന്ത്രി ദിവാകരൻ സാറാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു പരിപാടി? സ്നേഹാലയം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്തെ സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവരുടെ പ്രയാസങ്ങളിലൊക്കെ അത് അറുതി വരുത്താൻ അവരുടേതായ നിലയിൽ നിന്നുകൊണ്ട് നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞാൻ പലപ്പോഴും ഇവരുമായിട്ട് പല കാര്യങ്ങൾക്കും എന്നെ ബന്ധപ്പെടാറുണ്ട്. ഇത്തവണ ഈ ഓണക്കിറ്റ് വിതരണവും അതുപോലെ തന്നെ പെൻഷൻ പദ്ധതി, അതും ഒരു വലിയ ചെറിയ തുകയാണെങ്കിലും അവർ എല്ലാ വർഷവും ഒരു വർഷം 12 മാസവും കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവർ വളരെ ചെറിയ തോതിൽ എല്ലാവരുടെയും സഹായം സ്വീകരിച്ച് നല്ലതുപോലെ പ്രവർത്തിക്കുന്നു. ആത്മാർത്ഥത എനിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്നേഹാലയത്തിൻ്റെ പ്രവർത്തകർ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് പറഞ്ഞത്. അതിവർ ഇതിങ്ങനെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രചരണത്തിനോ അതിനോ ഒന്നുമല്ല. അതിലുപരിയായിട്ട് അർഹിക്കുന്നവരെ കണ്ടെത്തി അവരെ സഹായിക്കുന്നതിനുള്ള അതിലാണ് ഞങ്ങളൊക്കെ അവരോടൊപ്പം. ആരോരുമില്ലാത്തവർക്ക് ഒരു പാർപ്പിടം, അത് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമാണ്. അതിന് നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും അതിന് ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ നടക്കുന്ന പരിപാടിയിൽ സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഈ വരും ദിവസങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. സ്നേഹാലയം ഇവിടുത്തെ നമ്മുടെ പ്രസ്ഥാനമായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അവിടെ നിന്ന് തന്നെ ഒരു വിളി വന്ന് ഞങ്ങളൊക്കെ 9:30 മണിക്ക് വന്നതാണ്. അവിടെ ഇവിടെയൊക്കെ വെയിൽ വന്നു തുടങ്ങി, ആളുകൾക്കൊക്കെ വെയിൽ അടിച്ചു തുടങ്ങി, പലരും രോഗികളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇരിക്കുന്നവർക്ക് പറഞ്ഞ് ചുരുക്കിയാൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് ഒരു ഫലം കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് കൂടുതലായി ഒന്നും ദീർഘിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടുള്ള രാജീവ് കനകരാജാണ് കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പരിപാടി? ഈ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഇപ്പോൾ സാന്ത്വനവും കാരുണ്യവും മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് 2017 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. നല്ല രീതിയിൽ അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശ്രീമാൻ സുബിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയധികം അഭിമാനം ഞാൻ ഈ വേളയിൽ പറയുകയാണ്. കൂടാതെ ഇവർ കായംകുളത്ത് ഒരു ബ്രാഞ്ച് കൂടി തുടങ്ങി, അവിടെയും പ്രവർത്തനം തുടങ്ങി. അപ്പം ഞാൻ ശ്രീ സുബിൻ്റെ അടുത്ത് പറഞ്ഞു, പരമാവധി എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. കാരണം പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയും തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് മാതാപിതാക്കൾക്കും അവർക്കും വേണ്ട സഹകരണങ്ങൾ ചെയ്യുന്ന സുബിൻ്റെ പ്രവർത്തനം ദൈവതുല്യമാണ് എന്ന് തന്നെ ഞാൻ ഈ വേളയിൽ പറഞ്ഞുകൊള്ളുന്നു. സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനായിട്ടുള്ള സുബിനാണ് കൂടെ ഉള്ളത്. സുബിൻ കഴിഞ്ഞ 8 വർഷമായി ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇത്രയും വിജയകരമായി കൊണ്ടുപോയി. എങ്ങനെയാണ് ഈ വിജയരഹസ്യം? നമ്മൾ ഈ ഒരു പ്രവർത്തനം കൊണ്ടുപോയിട്ട് 8 വർഷം എന്ന് പറഞ്ഞാൽ ഡിസംബർ ആകുമ്പം 8 വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഇതിനിടയിൽ തന്നെ നമ്മൾ വയ്യാതെ കിടക്കുന്ന രോഗികളെ കണ്ടെത്തി അവർക്കുള്ളൊരു ചികിത്സാ സഹായങ്ങളാണെങ്കിലും വീൽ ചെയർ വിതരണം, ഭക്ഷ്യദാന കിറ്റ്, അങ്ങനെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ 8 വർഷത്തിനിടയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള പുതിയ പദ്ധതികളുണ്ടോ? ഇനി നമ്മുടെ മുന്നോട്ടുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ OCB എന്ന് പറയുന്ന ലൈസൻസും കൂടെ കിട്ടിയാൽ എനിക്ക് ആൾക്കാർക്ക് സ്റ്റേ കൊടുക്കണമെന്നുണ്ട്, പൈസ ആൾക്കാരെ പാർപ്പിക്കണമെന്നുണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ളൊരു ശ്രമം. സുബിന്റെ നല്ല മനസ്സിനാദ്യം ഒരുപാട് നന്ദി. കാരണം ഈ ഒരു ചെറിയ പ്രായത്തിലെ ചെറുപ്പമാണ്, വളരെ ചെറുപ്പമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഈ തെരുവിൽ അന്തി ഉറങ്ങുന്നവർക്കും അല്ലെങ്കിൽ ആരുമില്ലാത്തവർക്കും ഒക്കെ തുണയാവുകയും അവർക്ക് വേണ്ടി ഒരു അഭയകേന്ദ്രം ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ശ്രമത്തിന് ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു വലിയ നന്ദിയും ബിഗ് സെല്ലും. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് INTUC-ൻ്റെ, അതായത് കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് INTUC-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സക്കീർ ഹുസൈൻ സാറാണ് കൂടെ ഉള്ളത്. എങ്ങനെ തോന്നുന്നു നമ്മുടെ സ്നേഹാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ? സ്നേഹാലയത്തിന് ഞാൻ നോക്കിക്കാണുന്നത് സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷക കേന്ദ്രമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇവിടെ വലിയ പ്രഗത്ഭമായ ചാരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫിറോസ്
അതിനെ ഞാൻ നോക്കിക്കാണുമ്പോൾ അവരുടെ കൈകളിൽ ഒതുങ്ങുന്ന തരത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ കണ്ടത്. ഞാൻ ഉദ്ദേശിക്കുന്നത് മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സംരക്ഷണത്തിനും നിലനിൽക്കുന്ന ഒരു ചാരിറ്റി ആയിട്ടാണ് ഞാൻ സ്നേഹാലയത്തെ കണ്ടിട്ടുള്ളത്. അല്ലാതെ മറ്റ് ഒരു വിഭാഗത്തിനെ സഹായിക്കുന്ന ഒരു സ്നേഹാലയമല്ല. ഞാൻ എപ്പോഴും ഇതിൻ്റെ ചെയർമാനായ സുബിനോട് ഞാൻ പറയാറുണ്ട്, അനിയ ഇത് നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ, അതിൽ വലിയ ആവേശവും ആഡംബരവും കാണിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ, പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ ആ അഭ്യർത്ഥന വളരെ മാന്യമായ രീതിയിൽ സ്വീകരിച്ച് ഉള്ളത് വാങ്ങിക്കുക. അവരുടെ അടുത്ത് കണക്ക് പറയാനോ അല്ലെങ്കിൽ ഇന്നത് തരണമെന്ന് പറയാനോ നമ്മൾ ശ്രമിക്കരുത് എന്നുകൂടെയാണ് ഇതിൻ്റെ ഒരു ഉപദേശക സമിതി അംഗം എന്നുള്ളതിനൊക്കെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ ചാരിറ്റി നടത്തുന്നത് പല പ്രദേശത്തും പലരും പല രീതിയിൽ ഈ ജനകീയ പോലീസ് എന്നും പറഞ്ഞിറങ്ങി നടന്ന് അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന, പിന്നെ രാഷ്ട്രീയപരമായി ഈ ഭീഷണിപ്പെടുത്തുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ അസുഖങ്ങളൊക്കെ ഞങ്ങൾ വഴി മാറ്റി കൊടുത്തിട്ടുമുണ്ട്. അതിനൊന്നും ഒരു അന്തരം ഞങ്ങളതിനകത്ത് വളവുള്ളതല്ല. അതുകൊണ്ട് ഇത് നാളുകളിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെയും അതുപോലെ തന്നെ പൊതുജനത്തിൻ്റെയും മീഡിയകളുടെയും എല്ലാവരുടെയും സ്നേഹവും ആദരവും സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ മാത്രമല്ല, മറ്റൊരു ലോകമുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ ചെല്ലുമ്പം നമ്മളൊരു വെന്റിലേറ്ററാണിത്. നമ്മൾ സുഖമില്ലാതെ എങ്കിലും 10 മിനിറ്റ് ഒരു ICUയിൽ കിടന്നാൽ ആ ICUയിൽ നിന്ന് നമ്മുടെ NSലാവട്ടെ മെഡിസിറ്റിയിലാവട്ടെ പുറത്തേക്കൊന്ന് വരണമെങ്കിൽ പൈസ അടയ്ക്കാതെ ആർക്കെങ്കിലും വന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെ നമ്മൾ മരണപ്പെട്ട് നമ്മുടെ 3 മുഴം തുണിക്കാത്ത പോയി അങ്ങോട്ട് ചെല്ലുമ്പം സർവശക്തൻ തന്നതായ ഓക്സിജൻ, നമുക്ക് തന്നതായ കൈകൾ, നമ്മൾക്ക് തന്നതായ കണ്ണുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഒരു ആശാ പള്ളിക്കൂടത്തിൻ്റെ തന്നെ പോലും നിരങ്ങാത്ത, അല്ലെങ്കിൽ പ്രീഡിഗ്രി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അത്രയും തോനെ നമ്മളോട് അഭിനന്ദനായ നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങളുടെ മുന്നേ കാണുന്ന 40 വീട്, നിങ്ങളുടെ പിറകിൽ കാണുന്ന 40 വീട്, 160 വീടിലുള്ള അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല. അങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ പുഞ്ചിരി കൊണ്ടുപോലും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാം. കഴിഞ്ഞ 8 വർഷമായി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വലിയ രീതിയിലുള്ള കൈമുദ്ര പതിപ്പിച്ചിരിക്കുകയാണ് സ്നേഹാലയം ട്രസ്റ്റ്. ഏതായാലും സ്നേഹാലയം ട്രസ്റ്റിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇവർ എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരു കുടക്കീഴിൽ എത്തിക്കുന്നത്. ഏതായാലും സ്നേഹാലയം ട്രസ്റ്റിന് വിസ്മയ ന്യൂസിന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.